നമ്മുടെ ചോറിനും ചപ്പാത്തിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ബർത്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണിത്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുഴുവൻ മുളകാണ്, ചുവന്ന മുളക്. ഞാനിവിടെ 4 മുളകാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളകൊന്നുമല്ല, നല്ല എന്താ പറയുക, നല്ല എരിവുള്ള മുളകാണ്. ഇത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ആവും, കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് പായിട്ടുണ്ട്. നമുക്ക് മുളകും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാള അരിഞ്ഞതാണ്. ഒരു 1/4 സവാളയാണ്. ഒരു സവാള ഇതിനാവശ്യമുണ്ട്. അതിൽ നിന്ന് 1/4 ഭാഗം അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു 1/4 ഭാഗം നമ്മളെടുത്തൊന്ന് വാട്ടി എടുക്കണം. അതുകൂടി നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും ബ്രൗൺ നിറമായിട്ടുണ്ട്. സവാളയും നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ സവാള കോരി മാറ്റി. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു തക്കാളി പകുതി മുറിച്ചതാണ്, അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ തോല് പീൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. തക്കാളി തോല് കളയാതെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ മുറിച്ച് വെച്ച് നമുക്ക് വാട്ടിയെടുക്കാം. ഇത് വാടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തോലിങ്ങ് പോന്നോളും. ഞാനിതിന് മുൻപ് പീൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അതിനെയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിനെ ഞാൻ 4 ആക്കി നെടുകെ മുറിച്ചിട്ട് പുഴുങ്ങിയതാണ്. ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇതിനിങ്ങനെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇതുപോലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ ചെയ്താൽ മതി. അതുപോലെ തന്നെ തക്കാളിയും നമുക്ക് മറിച്ചിട്ടിട്ട് തക്കാളിയെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് 2 ഭാഗം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്നും കോരി മാറ്റാം. തക്കാളി കുറച്ചും കൂടി ഒന്ന് വാടി വരാനുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് വേറെ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി തക്കാളിയെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ബർത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് പൊട്ടറ്റോ ഫ്രൈ, തക്കാളി ഫ്രൈ ചെയ്തത്, നമ്മുടെ വെളുത്തുള്ളി ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ 4 മുഴുവൻ മുളകിനെ ഫ്രൈ ചെയ്തത്, സവാളയെ ഫ്രൈ ചെയ്ത്, കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു 1/4 ഭാഗം സവാള അരിഞ്ഞത് മാറ്റി വയ്ക്കുന്നത്. ഇത്രയുമാണ്. ഇത്രയും നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്കിതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ മക്കളെ കൈ കൊണ്ട് തിരുമ്മാൻ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഉരുളക്കിഴങ്ങാണ്, നല്ല സുഖം ഉണ്ടാവും കേട്ടോ കൈ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതാ അടിപൊളി പൊട്ടറ്റോ ബർത്ത് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല രുചിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.